ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ബികോം കോപ്പറേഷനിലെ ഒരു മെയിൻ സബ്ജക്ട്സ് ആണ് കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഈ ബികോം കോപ്പറേഷൻ എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇത് ബികോം കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമുള്ള സ്റ്റുഡൻസിന് പഠിക്കാനുള്ളതാണ്. ഫിനാൻസ്, CA, TT എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ ഒരു സബ്ജക്ട്സിലെ നമ്മുടെ ബികോം കോപ്പറേഷൻ സ്റ്റുഡൻസിന് മാത്രമുള്ള സബ്ജക്ട്സാണ്. അപ്പോൾ നിങ്ങൾ ഫിനാൻസ്, CA, TTയിലൊക്കെ സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്ട്സ് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരാണ് എന്ത്, കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അറിയാത്ത കുറേ പേരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് 15 ചാപ്റ്ററാണ്. 5 മൊഡ്യൂളായിട്ട് 15 ചാപ്റ്ററാണ് നമുക്ക് വരുന്നത്. 15 ചാപ്റ്റർ ഉണ്ട് വിചാരിച്ച് വലിയ വലിയ ചാപ്റ്റേഴ്സ് ഒന്നുമല്ല, ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്. ഐ തിങ്ക് 2, 3, 4 പേജുകളിലൊക്കെ ഒതുങ്ങുന്ന ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ് ഈ ഒരു 15 ചാപ്റ്ററിലും വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 1-2 ചാപ്റ്റർ മേ ബി വലിയതായിരിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാലും കുറച്ചൊക്കെ ഇതിൽ പഠിക്കാനുണ്ട്. ഒരു പുതിയ സബ്ജക്ട്സ്, അതായത് നമ്മളിപ്പോൾ ഈ ഒരു 5th സെം വരെ പഠിച്ചത് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ സബ്ജക്ട്സ്, പിന്നെ ലോ, അങ്ങനത്തെ കുറച്ച് സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതിൽ നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ്, കുറേ വ്യക്തികൾ ചെയ്ത കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നപ്പോൾ ഇങ്ങനെയായി, അത് കഴിഞ്ഞ് വേറൊരാൾ വന്നപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ഒരു വീഡിയോ തന്നെ മതിയായിരിക്കും. അതായത് ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്ററും അത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, എനിവേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതായത് ബികോം കോപ്പറേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേണ്ടവർ ടെലഗ്രാമിൽ ചെക്കൗട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡയറക്റ്റ് ചാനൽ കയറുക. അപ്പോൾ അതിൻ്റെ DPക്ക് താഴെയായിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ടെലഗ്രാം ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് ആദ്യം കോപ്പറേഷൻ എന്താണെന്ന് നോക്കാം. കോപ്പറേഷൻ സിംപ്ലി റിഫേഴ്സ് ടു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോർ കോമൺ ബെനിഫിറ്റ്സ്. അതായത് ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. അതായത് ഒരുപാട് വ്യക്തികളുടെ ഒരു അസോസിയേഷൻ, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംരംഭം, എന്തിനു വേണ്ടിയിട്ട്, കോമൺ ബെനിഫിറ്റ്സ്, ഒരു കോമൺ ആയിട്ടുള്ള ഇതിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോപ്പറേഷൻ സിംപ്ലി റിഫേഴ്സ് ടു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോർ കോമൺ ബെനിഫിറ്റ്സ്. ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് വർക്ക് വിത്ത് അനദർ ഓർ അതേഴ്സ്. അതാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മേ ബി അല്ല, എന്തായാലും വരാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. Cooperative society is a voluntary association of individuals who come together with the intention to work together and to promote their economic interest. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഒരു വോളണ്ടറി അസോസിയേഷൻ. ഈ വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഓപ്പൺ മെമ്പർഷിപ്പ് ആയിരിക്കും. അതായത് എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് മെമ്പർ ആവുകയും ചെയ്യാം, അതിൽ നിന്ന് റിസൈൻ ചെയ്യുകയും ചെയ്യും. ആരും എന്ത് ചെയ്യില്ല, പ്രഷർ ചെയ്യില്ല, നിങ്ങൾ റിസൈൻ ചെയ്യൂ അല്ലെങ്കിൽ അംഗത്വം എടുക്കൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതാണ് ഈ വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരുപാട് വ്യക്തികൾ നടത്തുന്ന ഒരു വ്യാവസായിക സംരംഭം. ഓക്കെ, എന്തിനായിരിക്കും, അവരുടെ എക്കോണമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ എക്കോണമിക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു വ്യാവസായിക സംരംഭം, അതിനെയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ആക്ച്വലി അതൊരു സംരംഭം, ഒരു എൻ്റർപ്രൈസാണ്, അല്ലെങ്കിൽ അതൊരു അണ്ടർടേക്കിംഗ് ആണെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്തായിരിക്കില്ല, പ്രോഫിറ്റ് ആയിരിക്കില്ല. അതായത് മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ സീക്ക് ചെയ്യുക, അതായിരിക്കില്ല അവിടുത്തെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. മെയിനായിട്ട് അവിടെ വരുന്നത് സർവീസ് മോട്ടീവ് ആയിരിക്കും. അതായത് സേവനങ്ങൾ അനുഷ്ഠിക്കുക, മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നാണ് പറയുക. അതായത് സ്വയം സഹായിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക. ഓക്കെ, അതായത് പരസ്പര സഹായം, അതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യാവസായിക സംരംഭമാണ്. എന്തിനു വേണ്ടിയിട്ട്, അവരുടെ എക്കോണമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം വ്യക്തികൾ നടത്തുന്ന, അവരുടെ കൺട്രോളിൽ നടത്തുന്ന ഒരു വ്യാവസായിക സംരംഭം, അതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താണെന്നുള്ളതൊക്കെ?
എനിവേ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാളോ രണ്ടാളോ ആയിരിക്കില്ല, ഒരുപാട് പേരുണ്ടായിരിക്കും. ഓക്കെ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം വ്യക്തികൾ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് ആൻ അണ്ടർടേക്കിംഗ്. ഇറ്റ് ഈസ് ആൻ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു എൻ്റർപ്രൈസ് ആയിരിക്കാം. എന്ത്, ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു എൻ്റർപ്രൈസ് ആയിരിക്കാം. അതാണ് പറയുന്നത്. അവിടെ എന്തായിരിക്കില്ല, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കില്ല, സർവീസ് മോട്ടീവ് ആയിരിക്കും, അതാ പറയുന്നത്. അതായത് മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ട് സ്വയം സഹായിക്കുക, അല്ലെങ്കിൽ സ്വയം സഹായിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക. അതാണ് ഇറ്റ് ഈസ് ആൻ അണ്ടർടേക്കിംഗ്. ഇത് ഞാൻ ജസ്റ്റ് പോയിൻ്റാണ് പറയുന്നത്, എസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോയിൻറ്റ്സൊക്കെ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക കേട്ടോ, അണ്ടർടേക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് എ വോളണ്ടറി ഓർഗനൈസേഷൻ. വോളണ്ടറി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഓപ്പൺ മെമ്പർഷിപ്പ് ആയിരിക്കും. ഓപ്പൺ മെമ്പർഷിപ്പ് ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും അംഗത്വം എടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, റിസൈൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അണ്ടർടേക്കിംഗ്. അതായത് സെക്കൻഡ് പോയിന്റ് പറയുമ്പോൾ എന്താ പറഞ്ഞത്, അതൊരു എൻ്റർപ്രൈസ് ആണ്. അതായത് പല കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഒരു സ്ഥാപനം ഫോളോ ചെയ്യേണ്ട പല എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും ഇത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഈ ഇറ്റ് ഈസ് ആൻ അണ്ടർടേക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, വോളണ്ടറി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പൺ മെമ്പർഷിപ്പാണ് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും അംഗത്വം എടുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ റിസൈൻ ചെയ്യുകയും ചെയ്യും. ആരും എന്ത് ചെയ്യില്ല, പ്രഷർ ചെയ്യില്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സർവീസ് ഒബ്ജക്റ്റീവ്. സർവീസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അതായത് മറ്റുള്ളവരെ സഹായിക്കുക, അതായത് സർവീസ് ആയിരിക്കും ഇവിടുത്തെ മെയിൻ മോട്ടീവായിട്ട് വരുന്നത്, പ്രോഫിറ്റ് അല്ല. ഓക്കെ, ഈ ഇറ്റ് ഈസ് ആൻ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞ് ഞാൻ 1-2 പോയിൻറ്റ്സ് കൂടി ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അതായത് ഇതൊരു എൻ്റർപ്രൈസ് ആണ്, അതുപോലെ തന്നെ ഫോളോഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിലുള്ള അംഗങ്ങളിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെയാണ് മൂലധനം വാങ്ങിച്ചിട്ടാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ ഇറ്റ് ഈസ് ആൻ അണ്ടർടേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ പെട്ടെന്ന് മറന്നുപോയത്, റിയലി സോറി. ഓക്കെ, സർവീസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പ്രോഫിറ്റ് മോട്ടീവ് അല്ല, സർവീസ് മോട്ടീവാണ്. അതായത് മറ്റുള്ളവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അതായത് ചില സ്ഥാപനങ്ങൾ, ചിലതെന്നല്ല മിക്ക സ്ഥാപനങ്ങളുടെയും മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നതിന് എന്തായിരിക്കും, അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിരിക്കും എന്ത് പറയുന്നത്, മാക്സിമം പ്രോഫിറ്റ് സീക്ക് ചെയ്യുക എന്നുള്ളത്, സീക്കിങ് മാക്സിമം പ്രോഫിറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സർവീസാണ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ. ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നുള്ള നിലയിൽ. അതായത് ഇപ്പോൾ നമ്മളിതുവരെ പഠിച്ച നിലയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയുന്നുണ്ടായിരിക്കും, ഷെയർ ഒരാളുടെ കയ്യിൽ എത്രയാണോ ഷെയർ കൈവശം വെച്ചിട്ടുള്ളത്, അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വോട്ടിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഡയറക്ടർ ബോർഡിലൊക്കെ വരുന്നത് എത്ര ഷെയർസ് കൈവശം വെച്ചിട്ടുണ്ടായിരിക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു വ്യക്തിക്ക് എത്ര ഷെയർ, എത്ര രൂപ ആരൊക്കെ തന്നാലും ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഫോളോ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട്. അതാണ് ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇക്വിറ്റി. അതായത് ഇത് ഇക്വിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഇതിലുള്ള എല്ലാവരും എന്തായിരിക്കും, തുല്യരായിരിക്കും. അതായത് ഒരാൾക്ക് ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൻ്റെ പേരിൽ വലിയത് ചെറുത് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇവിടെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പിന്നെ ഇറ്റ് ഈസ് എ സോഷ്യോ എക്കോണമിക് മൂവ്മെൻറ്റ്. അതായത് ഓവറോൾ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സൊസൈറ്റിയുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എക്കോണമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായാലും ഒക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു സംരംഭമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉൽപ്പാദകരിൽ നിന്നും നേരിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, എന്നിട്ട് അത് ഡയറക്റ്റ് ആർക്ക് കൊടുക്കും, കൺസ്യൂമേഴ്സിന് കൊടുക്കും. ഇതിൻ്റെ ഇടയിൽ ആര് വരുന്നില്ല, മിഡിൽ മാൻ വരുന്നില്ല. ഓക്കെ, അതായത് എ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഈ ബി എന്ന് പറഞ്ഞതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പറയുന്നത്
സി എന്ന് പറയുന്നതാണ് കൺസ്യൂമർ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ മിഡിൽ മാൻ വരികയാണെങ്കിൽ എക്കും ബിക്കും ഇടയിൽ ഒരാൾ വരും, അല്ലെങ്കിൽ ബിക്കും സിക്കും ഇടയിൽ ഒരാൾ വരും. അങ്ങനെയാകുമ്പോൾ സാധനത്തിൻ്റെ വില കൂടും. ഓക്കെ, കൺസ്യൂമർക്ക് എത്തുമ്പോൾ 10 രൂപയുടെ സാധനം മേ ബി 20 രൂപ ആയേക്കാം. അതാണ് ഈ മിഡിൽ മാൻ വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഇടനിലക്കാരൻ വരുമ്പോൾ ഇടനിലക്കാരൻ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മിഡിൽ മാനിനെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കൺസ്യൂമേഴ്സിന് ന്യായമായ വിലയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിയും. അതാണ് ഈ എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ എന്ന് പറയുന്നത്. പിന്നെ റൈസിങ് എക്കോണമിക് സ്റ്റാറ്റസ് ഓഫ് ദി പ്യുവർ, അതായത് പാവപ്പെട്ട ആളുകളുടെ എക്കോണമിക് സ്റ്റാറ്റസ്, അതായത് സാമ്പത്തിക നിലവാരം എന്ത് ചെയ്യുന്നുണ്ട്, ഉയർത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയണം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ സാധനത്തിൻ്റെ കേസ് തന്നെ പർച്ചേസ് ചെയ്യുന്നത്, അതായത് ഉൽപ്പാദകരിൽ നിന്നും നേരിട്ട് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിന് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, വില കുറയും. ഓക്കെ, അപ്പോൾ ഇവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടുകയും ചെയ്യും. ആരുടെ, ഈ കൺസ്യൂമേഴ്സിൻ്റെ. കാരണം അവിടെ സാധനങ്ങൾക്ക് അവിടെ വില കുറയുമ്പോൾ പർച്ചേസിങ് കപ്പാസിറ്റി ഓഫ് കോഴ്സ് കൂടുമല്ലോ. അപ്പോൾ അവരുടെ എക്കോണമിക് സ്റ്റാറ്റസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതാണ് പറയുന്നത്. പിന്നെ റിമൂവൽ ഓഫ് ഇല്ലീസ് ഓഫ് ക്യാപിറ്റലിസം, അതായത് ക്യാപിറ്റലിസത്തിൻ്റെ ദോഷഫലങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ ഈ മുതലാളിത്ത വ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ. മുതലാളിത്ത വ്യവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ എന്താ, അതായത് ഞാനൊരു മുതലാളിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അണ്ടറിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ എത്ര സമയം വർക്ക് ചെയ്യണമെന്നും അതുപോലെ തന്നെ എത്ര ആണ് അവരുടെ ശമ്പളം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനായിരിക്കും. അപ്പോൾ എനിക്ക് അവിടെ കുറച്ചും കൂടെ ഒരു അധികാരം ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതായത് ഒരു 10 മണിക്കൂർ അയാൾ വർക്ക് ചെയ്യട്ടെ, അയാൾക്ക് കൂലി 500 രൂപയാണെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ അയാൾ ഈ സ്ഥലത്താണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ പല ദോഷകാര്യങ്ങളും ഉണ്ട്. അതായത് 10 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് വെറും 500 രൂപ കൂലി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കഷ്ടമല്ലേ. പിന്നെ ആ ഒരു സ്ഥലം, അതായത് വർക്ക് ചെയ്യുന്ന ഏരിയ, അത് സെക്യൂർ ആയിരിക്കണ്ടേ എംപ്ലോയിക്ക്. അപ്പോൾ അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ അത്തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി റിമൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ റേസിങ് മോറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പിന്നെ ഇൻക്രീസിങ് പ്രോസ്പെരിറ്റി ഓഫ് ഹോൾ കമ്മ്യൂണിറ്റി, അതായത് ഹോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ മാത്രമല്ല മൊത്തത്തിലുള്ള കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അബോളിഷൻ ഓഫ് സോഷ്യോ ഇൻഇക്വാലിറ്റീസ്, അതായത് സമൂഹത്തിലുള്ള അനീതി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അബോളിഷ് ചെയ്യുന്നുണ്ട്. അബോളിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇല്ലാണ്ടാക്കുക എന്നൊക്കെ. സോഷ്യോ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ ആൾ ചെറിയ ആൾ അങ്ങനത്തെ ഒരു വേർതിരിവുണ്ടാവുമല്ലോ, അതെന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, അതായത് ഏത് രാഷ്ട്രീയത്തിലുള്ള ആളാണെങ്കിലും മതത്തിലുള്ള ആളാണെങ്കിലും ന്യൂട്രാലിറ്റി ഒരുപോലെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു വലുത് ചെറുത് എന്നുള്ള അങ്ങനത്തെ ഒരു വേർതിരിവ് വരികയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ മലയാളമാണെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ 5th സെം വരെ എക്സാം എഴുതിയല്ലോ, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സ്കില്ല് വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം എഴുതി വയ്ക്കാതിരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രിമിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ ആൻഡ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ 2 കോൺസെപ്റ്റാണുള്ളത്. ഒന്ന് പ്രിമിറ്റീവ് കോൺസെപ്റ്റും രണ്ടാമത് പറയുന്നതാണ് ഇത് മോഡേൺ കോൺസെപ്റ്റും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പ്രിമിറ്റീവ് കോൺസെപ്റ്റ് നോക്കാം. കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ ജോയിൻ്റ്ലി, ഒരുമിച്ച് വർക്ക് ചെയ്യുക, അതിനെയാണ് എന്ത് പറയുന്നത്, കോപ്പറേഷൻ എന്ന് പറയുന്നത്. ദർ വാസ് മ്യൂച്വൽ എയ്ഡ് ആൻഡ് കൊളാബറേഷൻ എമംഗ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ലൈക്ക് ലവ്, അഫെക്ഷൻ, സിമ്പതി, ഫ്രണ്ട്ഷിപ്പ് എക്സെട്ര. മ്യൂച്വൽ ഹെൽപ്പ് ഒക്കെ അതിൽ പറയുന്നതാണ്. ഓക്കെ, അതാണ് ഈ പ്രിമിറ്റീവ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് കോൺസെപ്റ്റിൽ എന്താണ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് തമ്മിൽ ഒരു ലവ് ഉണ്ടായിരിക്കും, അഫെക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പേരിൽ അവർ വർക്ക് ചെയ്യാം. അവർക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ,
നെക്സ്റ്റ് പറയുന്നതാണ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ. ദി ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് സ്റ്റാർട്ടഡ് എക്സ്പ്ലോയിറ്റിംഗ് ദ ലോവർ ക്ലാസ്, പേയ്മെൻറ്റ് ഓഫ് ലോവർ വേജസ്, ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്, ഇൻസെക്യൂർ എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ. In this case, pure people closer together and formed an association. This is lead to cooperative movement. Maybe cooperative movement എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്താണ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ എന്ന് ചോദിച്ചിട്ടും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാനൊരു മുതലാളിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അണ്ടറിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ എത്ര സമയം വർക്ക് ചെയ്യണം എന്നുള്ളതും എത്രയാണ് അവർ വർക്ക് ചെയ്ത എമൗണ്ട് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിലും അവർ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാനായിരിക്കും തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ അവരെ ചൂഷണം ചെയ്യാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെയുള്ള എല്ലാ എംപ്ലോയീസും കൂടെ ഒരുമിക്കും. എന്നിട്ട് അവരെല്ലാവരും എനിക്ക് നേരെ തിരിയും. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. ആ ഒരു അസോസിയേഷനെയാണ് എന്ത് പറയുന്നത്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്, ഞാനൊരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചൂഷണം ചെയ്യാണ്. സ്റ്റാർട്ടഡ് എക്സ്പ്ലോയിറ്റിംഗ് ദ ലോവർ ക്ലാസ്സസിനെ അവർ ചൂഷണം ചെയ്യാണ്. പേയ്മെൻറ്റ് ഓഫ് ലോവർ വേജസ്, അതായത് കൂലി ചെറിയ കൂലി കൊടുത്തിട്ട്, അതുപോലെ തന്നെ ഇൻക്രീസിങ് ഇൻ ദി നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്, അതായത് ജോലി ചെയ്യേണ്ട സമയം കൂട്ടിയിട്ട്, ഇൻസെക്യൂർ എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ, അതായത് നമ്മൾ ജോലി ചെയ്യേണ്ട ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അത് ഇൻസെക്യൂർ ആയിരിക്കും. അതായത് മേ ബി മരണം അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. അതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ ആൾ ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് കേസ് പ്യുവർ പീപ്പിൾ ക്ലോസർ ടുഗദർ ആൻഡ് ഫോംഡ് ആൻ അസോസിയേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു, ഒരുമിച്ചു. എന്നിട്ട് അവർ ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. ഇത് എന്തിലോട്ട് നയിച്ചു, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലോട്ട് നയിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരും കേട്ടോ, ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ഫിലോസഫി ഓഫ് കോപ്പറേഷൻ. ഓക്കെ, ഫിലോസഫി ഓഫ് കോപ്പറേഷൻ ആസ് ആൻ എക്കോണമിക് ഫിലോസഫി. നമുക്കിതിൽ 3 ഫിലോസഫിയാണുള്ളത്. കോപ്പറേഷൻ ആസ് ആൻ എക്കോണമിക് ഫിലോസഫി, കോപ്പറേഷൻ ആസ് സോഷ്യൽ ഫിലോസഫി, പിന്നെ കോപ്പറേഷൻ ആസ് വേ ഓഫ് ലൈഫ്. ഓക്കെ, അങ്ങനെ 3 നമുക്കിതിലുള്ളത്. ഓക്കെ, അല്ലാതെ നമുക്ക് നോക്കാം. കോപ്പറേഷൻ ആസ് ആൻ എക്കോണമിക് ഫിലോസഫി, ഇറ്റ് മീൻസ് ദ പ്രൊഡക്ഷൻ ഷുഡ് ബി ഓൺഡ് നോട്ട് ബൈ വൺ ഇൻഡിവിജ്വൽ ബട്ട് ബൈ ദ സ്റ്റേറ്റ് സോ ദാറ്റ് ദർ വാസ് എ പ്രോസ്പെരിറ്റി ഓഫ് നേഷൻ ആസ് ഹോൾ. അതായത് ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രമായിരിക്കില്ല, ഒരുപാട് പേര് ചേർന്ന് നടത്തുന്നതായിരിക്കും. അതാണ് എക്കോണമിക് ഫിലോസഫി എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് പ്രൊഡക്ഷൻ ഷുഡ് ബി ഓൺഡ് നോട്ട് ബൈ വൺ ഇൻഡിവിജ്വൽ ബട്ട് ബൈ ദ സ്റ്റേറ്റ് സോ ദാറ്റ് ദർ ആർ പ്രോസ്പെരിറ്റി ഓഫ് നേഷൻ ആസ് ഹോൾ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് കോപ്പറേഷൻ ആസ് സോഷ്യൽ ഫിലോസഫി. ഇറ്റ് ഗീവ്സ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ദ പ്യുവർ ടു ദ കം അപ്പ് ഇൻ ലൈഫ്. അതായത് സോഷ്യൽ ഫിലോസഫി എന്ന് പറയുമ്പോൾ ഒരു ഹെൽപ്പിംഗ് ഹാൻഡാണ്. അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഒരു സർവീസ് മോട്ടീവൊക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു സോഷ്യൽ ഫിലോസഫിയിൽ വരുന്നത്. ഓക്കെ, പിന്നെ കോപ്പറേഷൻ ആസ് എ വേ ഓഫ് ലൈഫ്, ഇറ്റ് എനാബിൾസ് പീപ്പിൾ ടു സേവ് ദംസെൽഫ് ഫ്രോം എക്സസ് ഓഫ് മൊണോപോളി. അതായത് മൊണോപോളിയിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോപ്പറേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേഷൻ, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ എന്ന് വെച്ചാലും നമുക്ക് ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ എഴുതാം. ഈ പറഞ്ഞ പോയിൻറ്റ്സിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇത് എക്കോണമിക് ബെനിഫിറ്റ്സ്, അതായത് നമുക്ക് 3 തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണുള്ളത്. എക്കോണമിക് ബെനിഫിറ്റ്സ്, സോഷ്യൽ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്. ഈ 3 തരത്തിലുള്ള ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ എക്കോണമിക് ബെനിഫിറ്റ്സിൻ്റെ ബാക്കിയാണ് എവിടെ ഉള്ളത്, ഇവിടെയുള്ളത്. ഇത് ഓക്കെ, മനസ്സിലായോ? അതുപോലെ തന്നെ സോഷ്യൽ ബെനിഫിറ്റ്സിൻ്റെ ഇതിൻ്റെ ബാക്കിയാണ് ഏത് പറയുന്നത്, ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ്, ലാസ്റ്റ് പറയുന്നതാണ് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്. അതിൻ്റെ താഴെയുള്ളതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഇത് പഠിച്ചിട്ടെങ്കിലും പരീക്ഷ എഴുതണം കേട്ടോ. ഐ തിങ്ക് ദിസ് ഈസ് മോർ ഈസി. ഓക്കെ, ഇതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്കത് തോന്നി. അതാണ് ഞാൻ അതും കൂടെ എഴുതിയ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. PDF നിങ്ങൾക്ക് കൈ കിട്ടിയാൽ മനസ്സിലാകുമായിരിക്കും. എനിവേ, ഫസ്റ്റ് പറയുന്നതാണ് എക്കോണമിക് ബെനിഫിറ്റ്. എക്കോണമിക് ബെനിഫിറ്റ്സിൽ ഫസ്റ്റ് പറയുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ ഫ്രം മൊണോപോളീസ്. പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ ഫ്രം മൊണോപോളീസ് എന്ന് പറയുമ്പോൾ കുത്തകയിൽ നിന്നും കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുത്തക എന്ന് പറയുമ്പോൾ
അതായത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പെൻസിൽ യൂസ് ചെയ്യണം. അപ്പോൾ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ഥാപനം മാത്രമേ പെൻസിൽ ഉണ്ടാക്കുന്നുള്ളൂ. വേറെ ഈ നാട്ടിലല്ല, ഈ ലോകത്തിൽ എവിടെയും പെൻസിൽ ഉണ്ടാക്കുന്നില്ല. ഈ ഒരു സ്ഥാപനം മാത്രമേ ഉണ്ടാക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ഡിമാൻഡ് അവർക്ക് ഇൻക്രീസ് ചെയ്യാം. അതായത് നമുക്ക് പെൻസിലിന് വില കൂട്ടാം, കുറയ്ക്കാം, ക്വാളിറ്റി കുറയ്ക്കാം, കൂട്ടാം, അവർക്ക് പലതും ചെയ്യാം. കാരണം എന്താ? ഈ ഒരു കമ്പനി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പെൻസിൽ ഉണ്ടാക്കുന്നുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ആകുമ്പോൾ പക്ഷേ അവരെന്ത് ചെയ്താലും കൺസ്യൂമേഴ്സ് അത് എന്ത് ചെയ്യുകയും ചെയ്യും? വാങ്ങിക്കുകയും ചെയ്യും. കാരണം എൻ്റെയും ആവശ്യമാണ് പെൻസിൽ വേണമെന്നുള്ളത്, നിങ്ങളുടെയും ആവശ്യമാണ്. അപ്പോൾ ഇതിന് എത്ര വില കൂട്ടിയാലും കുറച്ചാലും, എത്ര ക്വാളിറ്റി കുറഞ്ഞാലും കൂടിയാലും നമ്മൾ സാധനം മേടിക്കും. അതാണ് എന്ത് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ ഫ്രം മൊണോപോളീസ്. അതാണ് ഈ മൊണോപോളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് കുത്തക എന്ന് പറയും. ഓക്കെ, അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ ഫ്രം മൊണോപോളീസ്. വർക്കേഴ്സ് ആർ ബെറ്റർ പെയ്ഡ്. ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയർ റിലേഷൻസ് മോർ സിൻസിയർ. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇതൊന്നും ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. വർക്കേഴ്സ് ആർ ബെറ്റർ പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ വർക്കേഴ്സ് ഉണ്ടല്ലോ, അതായത് എംപ്ലോയർ എന്ത് കൊടുക്കുക? കുറച്ചധികം എമൗണ്ട് അല്ല, ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കുക. ഓക്കെ, തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ അത് എംപ്ലോയർ റിലേഷൻഷിപ്പ് ആർ മോർ സിൻസിയർ എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ മുതലാളിത്ത വ്യവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടെ ഒരിക്കലും ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് സിൻസിയറായിട്ട് നടക്കില്ല. പക്ഷേ ഇവിടെ അത് നടക്കും. കാരണം എന്താ? അവർ നല്ല രീതിയിൽ സഹകരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതായത് ആൺ പെൺ എന്ന വ്യത്യാസമില്ലാതെ, അതായത് ആണുങ്ങൾക്ക് കൂടുതലും പെണ്ണുങ്ങൾക്ക് കുറവും. അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേരിൽ ഈ ഇൻകം ആൻഡ് വെൽത്തിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷനിൽ എന്തെങ്കിലും എന്ത് വരാം? ഇനീക്വാലിറ്റി വരാം. അപ്പോൾ അതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. സർവീസ് ടു വീക്കർ സെക്ഷൻ അവരെന്ത് ചെയ്യുന്നുണ്ട്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസ് പർച്ചേസിങ് പവർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എലിമിനേഷൻ ഓഫ് അൺനെസസറി മിഡിൽമാൻ, അതായത് ആവശ്യമില്ലാത്ത മിഡിൽമാനിനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതാണ് എക്കോണമിക് ബെനിഫിറ്റ്സിൽ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സോഷ്യൽ ബെനിഫിറ്റ്സിൽ നമുക്ക് പറയാനുള്ളത്, എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ ക്യാപിറ്റലിസം ഇൻ സൊസൈറ്റി ആൻഡ് ആർ എനാബിൾ ടു വർക്ക് ഇൻ യൂണിയൻ അണ്ടർ ഈക്വൽ കണ്ടീഷൻസ്. അതായത് സോഷ്യൽ ബെനിഫിറ്റ്സിൽ എന്താ പറയുന്നത്? ക്യാപിറ്റലിസം അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റിയിൽ റെഡ്യൂസ് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് അവിടെ എന്താ വരുന്നത്? ഒരു യൂണിയനാണ് വരുന്നത്. എന്നിട്ട് യൂണിയൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. ഈക്വൽ കണ്ടീഷൻ, അതായത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ അവിടെ വർക്ക് ചെയ്യുക. അതാണ് സോഷ്യൽ ബെനിഫിറ്റ്സിൽ പറയുന്നത്. അതിൻ്റെ പോയിന്റ് പറയുകയാണെങ്കിൽ, ഐ തിങ്ക് ദിസ് ഈസ് മോർ ഈസി. അതാണ് ഞാനിത് പറയാൻ കാരണം. ടു പ്രിവെൻറ്റ് എംപ്ലോയ്മെൻറ്റ്, ടു പ്രിവെൻറ്റ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ, ടു ട്രെയിൻ ഫോർ പൊളിറ്റിക്കൽ പവർ. ഇതല്ലേ കുറച്ചും കൂടെ ഈസി. അതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്. ബേസിക് വാല്യൂ ഓഫ് ലൈഫ്, നെയിംലി കോപ്പറേഷൻ, ഫെയർനെസ്, ടോളറൻസ് ആൻഡ് കവറേജ് ആർ ടോട്ട് ഇൻ എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഇതിനേക്കാൾ ഈസി ഇതാണ്. സോ ഞാൻ ഇത് പറഞ്ഞുതരാം. എഡ്യൂക്കേഷൻ ടു ക്രിയേറ്റ് എക്സ്പേർട്ടിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്താൽ ഓഫ് കോഴ്സ് ആളുകളൊക്കെ കുറച്ചും കൂടെ എന്തായിരിക്കും? മെച്യൂർഡായിട്ട് പെരുമാറാനും അതുപോലെ തന്നെ അവരുടെ നോളജൊക്കെ ഇൻക്രീസ് ചെയ്യും. അതാണ് ടു ക്രിയേറ്റ് എക്സ്പേർട്ട് എന്ന് പറയുന്നത്. ടു ട്രെയിൻ ദ പീപ്പിൾ ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ ഓർഗനൈസിങ്, ഇൻഡിവിജ്വൽസ് ലേൺ ബൈ എക്സ്പീരിയൻസ്, കോപ്പറേഷൻ സ്പോൺസേഴ്സ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? എക്കോണമിക് ബെനിഫിറ്റ്സ്, സോഷ്യൽ ബെനിഫിറ്റ്സ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്. ഈ എക്കോണമിക് ബെനിഫിറ്റ്സിൻ്റെ ബാലൻസ് ബാക്കിയാണ് ഇത് പറയുന്നത്, ഈ ഫസ്റ്റത്തെ 3 പിന്നെ സോഷ്യൽ ബെനിഫിറ്റ്സിൻ്റെ ബാക്കിയാണ് ഈ എക്കോണമിക് ബെനിഫിറ്റിൻ്റെ താഴെ വരുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സിൻ്റെതാണ് ഇത് പറയുന്നത്. ഓക്കെ, നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മേ ബി പലർക്കും ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു സബ്ജക്ട്സിന് നോട്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ നിന്ന് നോട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.